കാലത്തുണരാൻ അലാറം വെച്ചതിന് ശേഷം സ്നൂസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ? എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇന്ന് ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും ഇടയിൽ കോമൺ ആയിട്ടുള്ള ഒരു ശീലമാണ് കാലത്തുണരുക എന്നത്. ഫോർ എക്സാമ്പിൾ, വെർജിൻ ഗ്രൂപ്പിന്റെ ഫൗണ്ടർ റിച്ചർഡ് ബ്രസൻ, ഫേമസ് ആക്ടർ ഡ്വെയ്ൻ ജോൺസൺ ആൻഡ് അക്ഷയ് കുമാർ, ആപ്പിളിന്റെ സിഇഒ ടിം കുക്ക്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ട്വിറ്ററിന്റെ ഫൗണ്ടർ ജാക്ക് ഡോസി, ഇവരൊക്കെ ഏർലി റൈസേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്കിന്ന് റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്ന പുസ്തകത്തിൽ നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട 4 പ്രഭാത ദിനചര്യകളെ കുറിച്ചറിയാം. പ്രിൻസിപ്പൽ നമ്പർ 1, യൂസ് 20-20 ഫോർമുല. കാലത്തെണീറ്റാൽ നമ്മൾ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഇത്രയ്ക്ക് രാവിലെ എണീറ്റിട്ട് എന്തു ചെയ്യാനാണെന്ന്. പക്ഷേ ഇവിടെ റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള 1 മണിക്കൂർ നമ്മൾ ഒരു സ്പെഷ്യൽ റൊട്ടീൻ ഫോളോ ചെയ്യണമെന്നാണ്. ഈ 1 മണിക്കൂറിനെ റോബിൻ ശർമ്മ വിക്ടറി അവർ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ വിക്ടറി അവറിനെ നമുക്ക് 20 മിനിറ്റുള്ള 3 പാർട്ടായി ഡിവൈഡ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ 20 മിനിറ്റിൽ, അതായത് 5 മണി മുതൽ 5:20 വരെയുള്ള സമയം എക്സസൈസ് ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്. ഇതിന് ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ എക്സസൈസ് ആയാലും മതി, പക്ഷേ വിയർക്കണമെന്ന് മാത്രം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എനർജി ലെവലും ഫോക്കസും ഒരുപാട് വർദ്ധിക്കുന്നു. ഇതിന് കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ രൂപപ്പെടുന്ന BDNF അഥവാ ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന കെമിക്കലാണ്. BDNF നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും ഒപ്പം തലച്ചോറിലെ ന്യൂറോ കണക്ഷൻ പ്രോസസ്സ് വേഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഫൈനലി ഇത് നമ്മുടെ ഫോക്കസും എനർജി ലെവലും വർദ്ധിപ്പിക്കുന്നു. അടുത്ത 20 മിനിറ്റ്, അതായത് 5:20 മുതൽ 5:40 വരെയുള്ള സമയം റിഫ്ലക്റ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്. ഈ സമയം നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളും അതിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചും കൃത്യമായി അനലൈസ് ചെയ്യാം. ഇതിനായി റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് ജേർണലിംഗ് ചെയ്യാനാണ്. ആദ്യം ഒരു പുസ്തകമെടുത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യമായി എഴുതുക. ശേഷം ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ആ ദിവസം എന്തൊക്കെ ചെയ്തു തീർക്കണമെന്ന് കൂടി തീരുമാനിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ദിവസം വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കും. അടുത്ത 20 മിനിറ്റ്, അതായത് 5:40 മുതൽ 6 മണി വരെയുള്ള സമയം ഗ്രോ ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ നമ്മുടെ പ്രവൃത്തി മേഖലയെക്കുറിച്ചുള്ള നല്ല അറിവുകൾ നേടിയെടുക്കുവാൻ വേണ്ടി ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതിനായി പുസ്തകം വായനയോ അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് കേൾക്കുകയോ ചെയ്യാം. നിങ്ങൾ ഒരു വർഷത്തേക്ക് 20-20 ഫോർമുല പിന്തുടരുകയാണെങ്കിൽ 122 മണിക്കൂറോളം എക്സസൈസ് ചെയ്തിട്ടുണ്ടാവാം. 122 മണിക്കൂറോളം നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെക്കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടാവാം. 122 മണിക്കൂറോളം നിങ്ങളുടെ പ്രവൃത്തി മേഖലയെക്കുറിച്ചുള്ള മികച്ച അറിവുകൾ നേടിയെടുത്തിട്ടുണ്ടാവാം. പ്രിൻസിപ്പൽ നമ്പർ 2, ട്വിൻ സൈക്കിൾ ഓഫ് ഇലൈറ്റ് പെർഫോമർ. കുട്ടിക്കാലത്ത് നമ്മെ എല്ലാവരും ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ കഠിനമായി പ്രയത്നിക്കണമെന്ന്. എന്നാൽ ഇവിടെ റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഠിനപ്രയത്നം പോലെ വളരെ പ്രധാനമാണ് വിശ്രമവും എന്ന്. ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും കൃത്യമായി വർക്ക് റെസ്റ്റ് റേഷ്യോ ബാലൻസ് ചെയ്യുന്നവരാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരുന്നത് പോലെ തന്നെ നമ്മുടെ റെസ്റ്റ് ഫേസിലും നമ്മൾ വളരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ നിലമുഴുത് വിത്ത് വിതച്ച് കള പറിച്ചു നടുന്നതുവരെ വളരെ കഠിനമായ ജോലികളായിരിക്കാം. എന്നാൽ ശേഷം കൃഷിക്കാരൻ ഒരു റെസ്റ്റ് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സമയത്താണ് വിളകൾ നന്നായി വിളരുന്നത്. ഇതുപോലെ തന്നെ ജീവിതത്തിൽ വർക്ക് റെസ്റ്റ് റേഷ്യോ ബാലൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളിൽ പലരും റെസ്റ്റിനെ വളർച്ചയുടെ ഭാഗമായി തന്നെ കണക്കാക്കുന്നില്ല. ഇവിടെ റെസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഉറക്കം നമ്മുടെ വളർച്ചയുടെ പ്രധാന ഘടകം തന്നെയാണ്. ഉറക്കത്തിൻ്റെ അളവ് നമ്മുടെ ആയുർദൈർഘ്യത്തെ പോലും തീരുമാനിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനാൽ റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ നമ്മളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളായ ഫോൺ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് ഇവയിൽ നിന്നെല്ലാം മാറി നിൽക്കണമെന്നാണ്. കാരണം ഇവയൊക്കെ ബ്ലൂ ലൈറ്റ് പുറന്തള്ളുന്നവയാണ്. ഇത് നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന മെലട്ടോൺ എന്ന കെമിക്കലിന്റെ അളവ് കുറയ്ക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് പിന്നീട് ഈ സമയം പുസ്തകം വായിക്കുകയോ ഫാമിലിയുടെ കൂടെ ചിലവഴിക്കുകയോ ചെയ്യാം. പ്രിൻസിപ്പൽ നമ്പർ 3, ദ 4 ഇന്റീരിയർ എംപയർ.
ജീവിതത്തിൽ സന്തോഷവാനായിരിക്കുവാൻ വേണ്ടി റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് പ്രധാനമായും 4 വിഷയങ്ങളിൽ സമയം ചെലവഴിക്കാനാണ്. നമ്പർ 1 മൈൻഡ് സെറ്റ്, നമ്പർ 2 ഹാർട്ട് സെറ്റ്, നമ്പർ 3 ഹെൽത്ത് സെറ്റ്, നമ്പർ 4 സോൾ സെറ്റ്. മൈൻഡ് സെറ്റ്. നമ്മൾ യൂട്യൂബിൽ ധാരാളം മോട്ടിവേഷണൽ വീഡിയോ കാണാറുണ്ടാവാം. പക്ഷേ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. പക്ഷേ മൈൻഡ് സെറ്റ് ഇംപ്രൂവ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഹാർട്ട് സെറ്റ്, ഹെൽത്ത് സെറ്റ്, സോൾ സെറ്റ് എന്നിവ ഇംപ്രൂവ് ചെയ്യുക എന്നതും. ഹാർട്ട് സെറ്റ്. ഇവിടെ ഇമോഷണൽ ലൈഫിനെയാണ് ഹാർട്ട് സെറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആണെങ്കിൽ പോലും ജീവിതത്തിൽ നേരിടുന്ന ഇമോഷണൽ പ്രോബ്ലംസ്, ഫോർ എക്സാമ്പിൾ കൂട്ടുകാരുമായോ ഫാമിലി മെമ്പേഴ്സുമായോ ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് പോലും നമ്മുടെ ഭാവി തീരുമാനങ്ങളെ വരെ ബാധിക്കാം. ഹെൽത്ത് സെറ്റ്. തിരക്കുപിടിച്ച ജീവിതത്തിൽ നമ്മളാരും ആരോഗ്യ സംരക്ഷണത്തിനായി സമയം കണ്ടെത്താറില്ല. എന്നാൽ ആരോഗ്യം മോശമാണെങ്കിൽ പിന്നീട് ജീവിതത്തിൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾക്ക് ഒരർത്ഥവും ഉണ്ടാവില്ല. ഈ ഒരു കാര്യം നന്നായി അറിയുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരെല്ലാം തന്നെ. എന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എക്സസൈസ് ചെയ്യുക എന്നത് സമയം കളയലായി തോന്നാം. സോൾ സെറ്റ്. ജീവിതത്തിൽ നമ്മൾ പലരും പണത്തിനും നേട്ടങ്ങൾക്കും പുറകെയാണ്. പക്ഷേ പലപ്പോഴും ഇത്തരം നേട്ടങ്ങൾ നമ്മെ സന്തോഷപ്പെടുത്തണമെന്നില്ല. എന്നാൽ ഇവിടെ റോബിൻ ശർമ്മ നിർദ്ദേശിക്കുന്നത് നമ്മൾ സ്വയം നമ്മെ അറിയുക എന്നാണ്. ഇതിനായി പ്രാർത്ഥിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ചെയ്യാം. സന്തോഷവാനായിരിക്കുവാൻ വേണ്ടി ജീവിതത്തിൽ ഈ 4 വിഷയങ്ങളിൽ തീർച്ചയായും സമയം ചെലവഴിക്കേണ്ടതാണ്. പ്രിൻസിപ്പൽ നമ്പർ 4 ഹാബിറ്റ് ഇൻസ്റ്റാളേഷൻ പ്രോട്ടോകോൾ. ഇവിടെ റോബിൻ ശർമ്മയുടെ അഭിപ്രായത്തിൽ ഏതൊരു വ്യക്തിയുടെയും പ്രവൃത്തികൾ ഹാബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ മിനിമം 66 ദിവസം അല്ലെങ്കിൽ 9 ആഴ്ച എടുക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ പ്രവൃത്തികൾ ഹാബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പ്രധാനമായും 3 ഘട്ടങ്ങളായാണ്. സ്റ്റേജ് 1 ഡിസ്ട്രക്ഷൻ ഫേസ്. ഡിസ്ട്രക്ഷൻ ഫേസിൽ ആദ്യത്തെ 3 ആഴ്ചയിൽ തന്നെ നമ്മുടെ പഴയ ശീലങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് പുതിയ ശീലങ്ങൾ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ ശ്രമിക്കും. ഈ ഒരു ഘട്ടം കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിൽ പവറിൻ്റെയും മോട്ടിവേഷൻ്റെയും ഉപയോഗം ഇവിടെ വളരെ പ്രധാനമാണ്. സ്റ്റേജ് 2 ഇൻസ്റ്റാളേഷൻ ഫേസ്. ആദ്യഘട്ടത്തിലേതുപോലെ തന്നെ 3 ആഴ്ചയുടെ കാലാവധിയാണ് ഇൻസ്റ്റാളേഷൻ ഫേസിലും. ഇൻസ്റ്റാളേഷൻ ഫേസിൽ നമ്മുടെ പുതിയ ശീലങ്ങൾ നമ്മെ ചിലപ്പോൾ നിരാശപ്പെടുത്തിയേക്കാം. കാരണം ചിലപ്പോൾ നമ്മുടെ പുതിയ ശീലങ്ങൾ നമുക്ക് തന്നെ ഒരു ഫലവും നൽകില്ല. ഇതുകൊണ്ട് ഈ ശീലങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ പോലും തോന്നിയേക്കാം. എങ്കിൽ പോലും നമ്മൾ പുതിയ ശീലങ്ങൾ തുടരുക. ഇൻ്റഗ്രേഷൻ സ്റ്റേജിൽ അവസാനത്തെ 3 ആഴ്ചയിൽ നമ്മുടെ പുതിയ ശീലങ്ങൾ നമുക്ക് പിന്തുടരാൻ വളരെയധികം എളുപ്പമായിരിക്കും. പിന്നീട് കാലുതുണരാൻ മോട്ടിവേഷൻ്റെയോ വിൽ പവറിൻ്റെയോ ആവശ്യം പോലും നമുക്കുണ്ടാവില്ല. മുകളിൽ പറഞ്ഞ 3 ഘട്ടങ്ങളും നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്കും 5 AM ക്ലബിലെ ഒരു മെമ്പർ ആവാം. റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ് എന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട 4 പ്രിൻസിപ്പിളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ.